അച്ഛയുടെ പേരെങ്ങനെ? എൻ്റെ പേര് ജോസ്. താമസിക്കുന്ന ചങ്ങനാശ്ശേരി ടൗണിൻ്റെ 6-ാം വാർഡിൽ മോർക്കുളങ്ങര എന്ന് പറയുന്ന പ്രദേശം. നമുക്ക് അച്ചായിയെ കിട്ടിയത് ഷൂലിടാൻ വേണ്ടി. അപ്പം അച്ചായി വന്ന് മാർക്കെല്ലാം ചെയ്തു തന്നു. എൻ്റെ ഹോളിൻ്റെ ഓരോ അളവുണ്ട്, ആ അളവെല്ലാം മാർക്ക് ചെയ്ത് തന്നു. ഞാനിപ്പോൾ തുളച്ചുകൊണ്ടിരിക്കുവാണ്. അച്ചായി, ഇപ്പോൾ ഈ തുള ഇടുന്നുണ്ടല്ലോ, ഇതിനൊക്കെ ഒരു കണക്ക് കാണുമല്ലോ, അതൊന്ന് പറയാമോ? അത് ഈ ചൂരലിനെ ഒരു ഹോളിനകത്ത് 5 ചൂരലാണ് കയറേണ്ടത്, 5 പുളി. അപ്പോൾ അത് നമ്മൾ ഒരു ചാണ്, എൻ്റെ കൈക്ക് ഒരു ചാണ് നീളത്തിൽ 12 ഹോള് വേണം. അങ്ങനെ 12×60 പുളി ഈ 12 ഹോളിൻ്റെ അകത്ത് കയറണം. അപ്പോൾ ഇത് നിരന്ന് കിട്ടത്തുള്ളൂ. അപ്പം സീറ്റാറ്റി ഈ പനമ്പ് മാതിരി ഇങ്ങനെ അടുത്തടുത്ത് വരും. അതേ പൊസിഷനിലെ ഇപ്പോൾ തുളയിടുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഏത് ഡിസൈൻ ആയിരിക്കും ഇതിൻ്റെ വരുന്നത്? ഡിസൈൻ പലതുണ്ട്. നമ്മൾക്ക് ഡിസൈൻ എങ്ങനെ ഡയമണ്ട് ടൈപ്പ് ഉണ്ട്. പിന്നെ പണ്ട് നേരത്തെ മയിലിൻ്റെ ഒക്കെ രൂപത്തിലൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ വരികയായിരുന്നു. ആ പ്ലാസ്റ്റിക് എഴുതി ചൂരിലെഴുതി ചെയ്യാൻ പറ്റത്തില്ല. അല്ല. അപ്പം കാരണം മയിലിൻ്റെ ഒക്കെ ചെയ്യുന്ന ഒരുപാട് അകന്ന് ചൂരിൽ കിടക്കുമ്പം ബലം കിട്ടത്തില്ല. ഇത് ഡയമണ്ട് മാത്രം കിട്ടുന്നതാണ് ഏറ്റവും നല്ല ബലം. അപ്പോൾ നല്ല പൊടി അടുപ്പിച്ച് കൂർത്ത് പോകാൻ പറ്റും. അല്ല മറ്റുള്ള ഡിസൈൻ വലിയ ഫ്ലവറൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ ഈ ചൂരിൽ അകന്ന് വരും. അപ്പോൾ അത് ബലക്ഷയമായിരിക്കും. അത് പ്ലാസ്റ്റിക് കൊണ്ടോ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈ ചൂലുകൊണ്ട് നമുക്ക് മെത്തക്കെട്ട് അല്ലാണ്ട് വേറെ ഏതൊക്കെയാണ് ഉള്ളത്? മെത്തക്കെട്ട് ചക്രക്കണ്ണിയുണ്ട്, പൂക്കലക്കണ്ണിയുണ്ട്, അതിനെല്ലാം ഹോളാണ് ഉള്ളത്. ഇതിപ്പോൾ മെത്തക്കെട്ടാകുമ്പം നമ്മൾ ആ പനമ്പ് മാതിരി അവിടെ പായില്ലേ, അതുപോലെ ഇങ്ങനെ നിരന്ന് കിടക്കും, ഹോളില്ലാതെ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് തമ്മിൽ മറ്റേ ഹോളുള്ളതും ചെയ്യുന്നതും ഇത് ചെയ്യുന്നതായിട്ട് വ്യത്യാസമുണ്ട്. ചൂരിൽ കൂടുതൽ വേണ്ടി വരും, എല്ലാം നിരന്ന് വരുന്നതല്ലേ. മറ്റേത് ഹോളുള്ളുമ്പോൾ അതിൻ്റേതായ അകലിച്ച് ചൂരിൽ കുറവ് മതി. ഇപ്പം പ്ലാസ്റ്റിക്കിനെ അല്ലെങ്കിൽ ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ, ചൂരിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴേ ഒരു ഭംഗി എന്ന് പറയുന്നത് ഏതായിരിക്കും? ഭംഗിയോ? ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ചൂരിൽ തന്നെയാണ് എപ്പോഴും ഭംഗി. അല്ലേ പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് കുറേ ഡിസൈനിങ്ങിനെ കാണിച്ചിട്ട് കാര്യമില്ല. അതൊരു കഷ്ടിച്ച് ഒരു 8 വർഷത്തിൽ കൂടുതൽ നിൽക്കത്തില്ല. ചൂരിലാകുമ്പം കാലാകാലത്തോളം കിടക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഈ ഡൈസും മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചെറുപ്പം മുതൽ അച്ചായി ചെയ്യുന്ന ഒരു തൊഴിൽ തന്നെയായിരിക്കും. അതെ. അല്ലേ, ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലിനേക്കാൾ ഉപരി ഒരു കലയാണിത്. അതൊരു പ്രത്യേക ഒരു കഴിവ് വേണം. ഞാനിപ്പോൾ എന്നെ പ്രശംസിച്ച് പറയുകയല്ല, എനിക്ക് ഇതിൻ്റെ അകത്തൊരു പ്രത്യേക കഴിവുണ്ട്. എന്തെങ്കിലും അപാകത ഉണ്ട്, അതെങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൽ വിദഗ്ധനാണ്. കാരണം എനിക്ക് ഇഷ്ടമായൊരു തൊഴിലും ഉണ്ട്. നിൽക്കാൻ വയ്യാത്ത രീതിയിലുള്ള ജോലി. കാരണം ഇപ്പോഴത്തെ ഒരു തലമുറയിലെ ഉള്ള ആൾക്കാർക്ക് ഈ ഒരു തൊഴിലിനെ കുറിച്ച് യാതൊരു ബന്ധവും. കാരണം അപ്പോൾ ആളും കുറവാണ്. കാരണം ഈ തൊഴിൽ ചെയ്യാനിപ്പം ഇല്ല. കാരണം ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നം ഇപ്പം നിലച്ചു പോയല്ലോ. പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പന്നം നിലച്ചു പോയതുകൊണ്ട് ഇപ്പോൾ ഈ തൊഴിലിനോട് ആരും വരുന്നില്ല. പിന്നെ ഞാൻ ചെറുപ്പം തൊട്ട് ഇത് ശീലിച്ചതുകൊണ്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഈ ജോലിയായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ ഇങ്ങോട്ട് തിരുവല്ല പോകണം, മാവേലിക്കര പോകണം, നെടുങ്കുന്നം പോകണം, അങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ ആൾക്കാരുള്ളൂ. അച്ചായുടെ കൂടെ നിന്ന് പണി പഠിച്ച ആരെങ്കിലും ഒക്കെ ഇനി ഇപ്പോഴത്തെ തലമുറയിലുണ്ടോ? ഇല്ല, ആരും പണി പഠിച്ചിട്ടില്ല. ആരും പണി പഠിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ എനിക്ക് പഠിക്കണം എന്ന് ചോദിച്ചുകൊണ്ട് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു സംഭവമേ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഇങ്ങനെ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചില പിള്ളേരൊക്കെ വന്ന് കൂടെ വന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കും, പ്ലാസ്റ്റിക് എടുക്കുകയും കൂർക്കുകയൊക്കെ ചെയ്യും. പക്ഷേ തൊഴിൽ പഠിക്കണമെന്നുള്ള ആഗ്രഹമില്ലായിരുന്നു. കാരണം ഇതിൻ്റെ കാലം നിലച്ചു പോയില്ലേ. കാരണം ഇപ്പോൾ എല്ലാം അപ്പോൾസറി വർക്ക് കാരണം ഇതിൻ്റെ നിലനിൽക്കുന്നില്ല. പിന്നെ പഴയ ഉള്ള ആൾക്കാർ മാത്രം ഈ ചൂരിൽ, കാരണം കുടുംബത്ത് പ്രായം ചെയ്യുന്ന ആൾക്കാരുള്ളത് കൊണ്ട് അവരിതുപോലെയൊക്കെ ചെയ്യിപ്പിക്കും. കാരണം അവർക്കിത് ഒരു അവരുടെ തലമുറയായിട്ട് ഇത് കിടക്കുന്ന സാധനമാണ് ഈ ഫർണിച്ചർ എന്ന് പറഞ്ഞാലേ. അത് അവർ ചൂരിൽ കളയാതെ ചൂരിൽ തന്നെ ചെയ്യിപ്പിക്കും. അവർക്ക് നിർബന്ധം അത്. അങ്ങനെ ഞാൻ എല്ലായിടത്തും പോയി ചെയ്യുന്നത് അങ്ങനെയൊക്കെ തന്നെ.
നമ്മൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും പഴയ കസേരകളുടെ പ്ലാസ്റ്റിക് പോയതോ ചൂരിൽ പോയോ ചെയ്യാനുണ്ടെങ്കിൽ ഈ അച്ചായിയെ കോൺടാക്റ്റ് ചെയ്യുക. അച്ചായുടെ അഡ്രസ്സും കാര്യങ്ങളും ഒന്ന് പറയാമെങ്കിൽ, താമസിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയാമെങ്കിൽ. മൂർക്കടങ്ങര റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ നേരെ മേൽപോട്ട് കയറി വന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത് എൻ്റെ വീട്ടിലോട്ട്. എന്നെ അവിടെ വന്ന് ആര് ചോദിച്ചാലും എന്നെ വീട്ടിൽ കൊണ്ട് കാണിച്ചു തരും. ജോസ് എന്ന പേര് പറയാൻ പ്ലാസ്റ്റിക് കിട്ടുന്ന ജോസ് എന്ന്.